നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും തെരുവ് നായ ശല്യവും തെരുവ് നായ ആക്രമണങ്ങളും കൂടിക്കൂടി വരികയാണ്. തെരുവ് നായ ആക്രമണം മൂലം ഒരുപാട് പേർക്ക് അംഗവൈകല്യം സംഭവിക്കുകയും പലരുടെയും ജീവഹാനിക്ക് വരെ അത് കാരണമാകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ സർക്കാരുകൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല. അതിന്റെ പ്രധാന കാരണം ശ്വാനസന്തതികളായ കുറെ നായ തെരുവ് പട്ടി സ്നേഹികളാണ് എന്നതാണ് ഒരു കാര്യം. ഈ തെരുവ് നായ സ്നേഹികൾ കാരണം ഇപ്പോൾ വന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യത്തിൽ ഈ പറഞ്ഞ തെരുവ് നായ സ്നേഹികൾ ഈ പേവിഷബാധയുടെ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്നും അച്ചാരം വാങ്ങിയാണ് ഈ തെരുവ് നായ സ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന ശ്വാനസന്തതികൾ ഇവിടെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാരെ നമ്മൾ സമൂഹത്തിൽ നിന്നും ആട്ടിപ്പായിക്കേണ്ട സമയം കഴിഞ്ഞു. ലോകത്ത് ബാക്കി എല്ലായിടത്തും മനുഷ്യന് ഭീഷണിയാകുന്ന ജീവികളെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ തെരുവ് നായ കാരണം ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അവറ്റകളെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരിനും ജനങ്ങൾക്കും പറ്റുന്നില്ല. അതിന്റെ പ്രധാന കാരണം ശ്വാനസന്തതികളായ ഈ തെരുവ് നായ സ്നേഹികളാണ്. തെരുവ് നായകളെ നമ്മുടെ നാട്ടിൽ നിന്നും ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒഴിവാക്കേണ്ടത് ഈ തെരുവ് നായ സ്നേഹികളായ സന്തതികളെയാണ്. മനുഷ്യകുലത്തിന് ഈ തെരുവ് നായ്ക്കൾ ഉണ്ടാക്കുന്ന ഭീഷണികളെക്കാൾ വലിയ ഭീഷണിയാണ് ഈ തെരുവ് നായ സ്നേഹികൾ മനുഷ്യകുലത്തിന് ഉണ്ടാക്കി വെക്കുന്നത്. മനുഷ്യനോട് ഇല്ലാത്ത എന്ത് സ്നേഹവും കരുതലുമാണ് ഇവർ ഈ നായകളോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുകയും തെരുവ് നായകളുടെ പുറകെ പോകുന്ന ഇവറ്റകളെയൊക്കെ കൊണ്ടുപോയി നെല്ലിക്കാത്തളം വയ്ക്കുന്നതാണ് നല്ലത്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ് എല്ലിൻ്റെ ഇടയിൽ കയറിയ ഒരു പണിയും പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്ത കുറെ അവന്മാരും അവളുമാരുമാണ് ഈ നായ സ്നേഹികളിൽ കൂടുതൽ എന്നാണ് സത്യം. നായ സ്നേഹികളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നതാണ് മറ്റൊരു പരമാർത്ഥം. അതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ പലരും മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഈ കാശ് ഒരുപാടുള്ള ഇവന്മാര് ഈ നായ സ്നേഹികൾക്ക് നായയുടെ ഒരു പ്രശ്നം പോലും അനുഭവിച്ചിട്ടില്ല. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവര് രാവിലെ ജോലിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ഒക്കെ ആയിട്ട് വലിയ ബംഗ്ലാവിൽ നിന്ന് നേരെ കാറിൽ കയറും. ഈ പറഞ്ഞ സ്ഥലത്ത് ചെല്ലും. അവിടെ നിന്ന് നേരെ വണ്ടി കയറും. അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വരും. അതിനിടയിൽ ഇവർക്ക് അങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ, തെരുവ് നായകൾ കാരണം ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല. പക്ഷെ സാധാരണക്കാരുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ജോലിക്ക്, വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പുറത്തൊന്ന് പോകണമെങ്കിൽ അവർ കാൽനടയായിട്ടും ചിലർ സൈക്കിളിലും ചിലർ ബൈക്കിലും ഒക്കെയാണ്. ഈ പറഞ്ഞ വിഭാഗക്കാരെയാണ് ഈ തെരുവ് നായ്ക്കൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. അല്ലാതെ ഈ കാശിന്റെ പുറത്ത് കിടന്നുറങ്ങുന്ന ഈ തെരുവ് നായ സ്നേഹികൾക്ക് ഈ തെരുവ് നായ്ക്കൾ ഒരിക്കലും ഒരു ഭീഷണിയാകുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് തെരുവ് നായയുടെ ഭീഷണി എന്താണെന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വഴിയുണ്ട്. തെരുവ് നായയോട് സ്നേഹം മൂത്ത് പ്രാന്തായ കുറെ അവന്മാരും അവളുമാരും നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ. തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കാൻ എന്തായാലും ഇവറ്റകൾ സമ്മതിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ തെരുവ് നായ്ക്കളെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവറ്റകളുടെ റൂമിൽ അവറ്റകളോടൊപ്പം അങ്ങ് പൂട്ടിയിടുക. അതോടുകൂടി അവരുടെ എല്ലാ ക്രിമികടിയും മാറിക്കിട്ടും. അവര് തന്നെ പറയും ഈ വക സാധനങ്ങളെ ഒഴിവാക്കാൻ. ഇനി ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ അതേ ഒരു മാർഗമുള്ളൂ. തെരുവ് നായകളുടെ കടിയിൽ നിന്നും, തെരുവ് നായകളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയും നമ്മൾ കാണുന്നില്ല.